Z5 റിലീസായിട്ടുള്ള മുത്തശ്ശിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. 6 എപ്പിസോഡ് വരുന്ന സീരീസാണ്. 23 മിനിറ്റ്, 17 മിനിറ്റ്, 33 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് അരമണിക്കൂറിനടുത്ത് വരുന്ന 6 എപ്പിസോഡ്സ് ഉൾപ്പെടുന്ന ഒരു ചെറിയ സീരീസാണിത്. ഇതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് Z5 ഭയങ്കര ദേഷ്യമായിരുന്നു. അത് അവരുടെ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് വെബ് സീരീസൊക്കെ കാണുമ്പോൾ ആർക്കായാലും തോന്നും. അത് ഇതിലും കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇതിലെനിക്ക് തോന്നിയൊരു ദേഷ്യം ഒരു തല്ലിപ്പൊളി വെബ് സീരീസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതല്ല. അത്യാവശ്യം പണി അറിയാവുന്ന, എടുത്തു വെക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള, നമുക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുമത്. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളെന്താ മര്യാദയ്ക്ക് പൈസ കൊടുക്കാത്തത്? അത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് ആ VFX പരിപാടിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറേയും കൂടി രസമായിട്ട്, കുറേയും കൂടി എൻഗേജിങ് ആയിട്ട് അത് അനുഭവപ്പെട്ടേനെ എന്നുള്ളതാണ്. പക്ഷേ അവസാനത്തെ ഒരു 3 എപ്പിസോഡിലേക്കൊക്കെ എത്തിയപ്പോൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് വല്ലാണ്ട് വലിയുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതൊരു ഫോക്ലോർ സ്വഭാവത്തിലുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ ക്ലൈമാക്സ് വരികയും ചെയ്യുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ചുരുട്ടിക്കൂട്ടി പറയാനാണെങ്കിൽ ഒരു കുറച്ചും കൂടി ടെക്നിക്കലി നന്നായിട്ട് എടുത്ത് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പാക്കി അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേയും കൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെടാനുള്ളത് എന്തൊക്കെയോ ഈ വെബ് സീരീസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പ്രതീക്ഷ തന്ന് ആളി പെട്ടെന്ന് കെട്ടുപോയതുപോലത്തെ ഒരു തോന്നലാണ്. ഇതിൽ Z5 പൈസ കൊടുക്കാത്തതിൽ എനിക്ക് ദേഷ്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ കാശ് കൊടുത്തിട്ടാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടും പരസ്യം കണ്ടോണ്ടേ ഈ വെബ് സീരീസ് കാണാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വീട്, പഴയ വീട്, അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ഡിസ്നിയുടെ പടത്തിൽ കാണുന്ന പോലെ വലിയ വെള്ള മുടിയൊക്കെ ഉള്ള ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അവർ ഭയങ്കര ഹൊററാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം വരുന്നു. ഇപ്പുറത്തെ സൈഡിലൊരു അമ്മയുടെ ഇമോഷൻ വരുന്നു, ഇതിൻ്റെ സൈഡിലൊരു അച്ഛൻ്റെ ഇമോഷൻ. ഇങ്ങനെ ഇമോഷണലി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെണ്ണ് ഈ കളർ ടോണിലൊന്നും അല്ലാതെ വേറൊരു ലോകത്ത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ലോകത്ത് 15 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫോൺ ഫുൾ ചാർജായി, എൻ്റെ കാർ ഫുൾ ചാർജായി, നമുക്ക് വേണമെങ്കിൽ 2 ദിവസം വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ടാറ്റാ പഞ്ചിൻ്റെ പരസ്യം. 20 മിനിറ്റ് ആ പരസ്യം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ വെബ് സീരീസിൻ്റെ മൂഡിലേക്ക് പോകണമെന്നാണ് Z5 വിചാരിക്കുന്നത്. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയെന്ന് കുറച്ച് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുടക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയേനെ. കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. നന്ദുലാൽ MS കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളതാണ് ഈ മുത്തശ്ശി എന്ന് പറയുന്ന വെബ് സീരീസ്. സിനിമാറ്റോഗ്രാഫർ പ്രകാശ് വേലായുധനാണ്. എഡിറ്റർ രതീഷ് മോഹനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് വിഷ്ണു ശേഖരയാണ്. ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ സെറ്റാവാത്ത കാര്യങ്ങൾ പറയാം. നമ്പർ 1, VFX വിഷ്വൽ പരിപാടികളാണ്. എന്ന് വെച്ചാൽ ആദ്യം ഒരു സൂര്യഗ്രഹണം കാണിക്കുന്നുണ്ട്. ഒരു ടോർച്ച് അടിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ കാർഡ്ബോർഡ് വെച്ച് മറക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ അത്രയും ലോ ക്വാളിറ്റി ഒരു സാധനം. അത് വരുന്ന സമയത്ത് ഒരാളുടെ ഡയലോഗൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം, നിങ്ങൾക്ക് റീടേക്ക് എടുക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ മാസ്ക് ചെയ്ത് അവതരിപ്പിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി. അത് വേറൊരു പോയിൻ്റായിട്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷേ VFX സാധനങ്ങൾ കുറച്ചും കൂടി നല്ല വിഷ്വലി റിച്ചായിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഗംഭീര പരിപാടിയായിട്ട് ഫീൽ ചെയ്യാമായിരുന്ന പല സീനുകളും ഒന്നൊന്നും അല്ലാതെ പോയി. സൂര്യഗ്രഹണം മാത്രമല്ല, പിന്നെ ഇതിലെ മുത്തശ്ശിയുടെ ഒരു അവതാർ മുടി, അതിൻ്റെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതായിരുന്നു. അതൊന്നും തോന്നിയില്ല. അത് ശരിക്കും വരച്ച് ചേർത്ത് MS പെയിൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തോന്നിപ്പോയി. പിന്നെ ഇതിൻ്റെ അകത്തൊരു മാഡൻ പരിപാടിയൊക്കെ ഉണ്ട്. കുറേ കൂടി നന്നായി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യേണ്ടിയിരുന്നൊരു സാധനം എന്നറിയോ? 2, മ്യൂസിക്കിന് കുറച്ചുകൂടി പൈസ മുടക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇതിലെ മ്യൂസിക് ഡയറക്ഷൻ ഭയങ്കര മോശമായിരുന്നു. ആ അർത്ഥത്തിലല്ല പറയുന്നത്. കുറച്ചും കൂടി ഇമ്പാക്റ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്ന, കുറച്ചും കൂടി ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ പരീക്ഷിക്കുന്ന ആ ഒരു സാധനമൊക്കെ അതെവിടെയും കിട്ടിയില്ല. 3ാമത്തെ കാര്യം, ആദ്യം പറഞ്ഞ സാധനമാണ്, നിങ്ങൾക്ക് റീടേക്ക് എടുക്കാൻ പറ്റൂലേ? ചില സീനിൽ ചിലർ ഡയലോഗ് പറയുന്ന സമയത്ത് അതങ്ങോട്ട് ആവുന്നില്ല. ഇതിൽ ആദ്യം ഒരു ചേച്ചി, ഒരു പൂക്കാരി വരുന്നുണ്ട്. അവർ വന്നിട്ടാണ് ഈ തറവാട് ഭയങ്കര പ്രേത ഭൂത പരിപാടികളൊക്കെയുള്ള ഒരു മന്ത്രവാദി അമ്മൂമ്മയുള്ള വീടാണെന്നൊക്കെ പറയുന്നത്. ആ പറച്ചിലൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആകണമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. 4ാമത്തെ കാര്യം ക്ലൈമാക്സ് ആണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള സ്ഥിരം പരിപാടി. മാത്രമല്ല ഈ കഥയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് തന്നെയാണ് വരിക. പക്ഷേ ആ സീൻ ഭയങ്കര കോമഡി ആയിപ്പോയി. എന്താ പറയുക, ഒരാൾ മരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ എന്ന് പറയുന്ന പോലെ ചിരി വരുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത്ര ഇമോഷണലായി വരേണ്ട ഒരു സീൻ വന്ന് ലാൻഡ് ചെയ്തു. ഇനി പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ പറയാം. നമ്പർ 1, നല്ല പെർഫോമൻസുകളാണ്. അതിൽ KPSC ലീല, നമ്മൾ ഓൾറെഡി അവരുടെ ഗ്രാനി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ വാതോരാതെ പുകഴ്ത്തിയിട്ടുണ്ട്. അതേ പെർഫോമർ തന്നെയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരുടെ മേക്കപ്പിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. ചെയ്യുന്നതൊരു ഭീകരത വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്കത് ഈ കൊച്ചു പിള്ളേർ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത പോലെ ഇത് കുറച്ചും കൂടി കുറച്ചുകൂടി സട്ടിലായിട്ട് അത് ഭീകരത ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നഖവും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ വർക്ക് ചെയ്തതാണോ അതുകൊണ്ട് കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നതാണോ എന്ന് വരെ പല സമയത്തും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് എ പെർഫോമർ പുള്ളിക്കാരി
മുത്താണ്, മുത്ത് കുടവാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചില സ്ഥലത്ത് അവർ ഡയലോഗ് പറയുന്നത് അതിൻ്റെ ഈ മോഡുലേഷനൊക്കെ ഇടയ്ക്ക് മാറും. പിന്നെ അവരുടെ ഈ കലിപ്പെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള കലിപ്പാണ്. അപ്പോൾ അതെല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അഖില ഭാർഗവൻ ഇതിനകത്ത് ഇതെന്താണെന്നറിയോ, ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു നീചശക്തി ഒരു സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ മകന് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു അമ്മ വരുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ഫിഗറാണ് ഇവർ ചെയ്യുന്നത്. അവരുടെ സമകാലികരായിട്ടുള്ള മറ്റ് അഭിനേതാക്കളെയൊക്കെ എടുത്തു നോക്കുമ്പോൾ കുറേ കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കഥാപാത്രമായിരുന്നു അത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഡിഫറെൻറ്റ് ലെയർ ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ, ഈ അമ്മ മകൻ സാധനം. അത് ഈ വെബ് സീരീസിൽ വർക്കായിട്ടില്ല. ഞാൻ പറയുന്നത് അവർ പെർഫോം ചെയ്യാവുന്നത് കൊണ്ട് എന്നല്ല, പക്ഷേ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാകുന്ന കാര്യം ഇതെല്ലാം പടപടപടപടേന്ന് പോവാണ്. ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു 10-11 പിറന്നാൾ വരെയുള്ള അത്രയും സമയവും ഇവർ 2-3 എപ്പിസോഡിൽ അങ്ങ് തീർക്കുകയാണ്. അതിൽ കാണിക്കേണ്ടതൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാര്യം ഇമോഷൻസ് വർക്കാവുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക. പക്ഷേ ഇമോഷൻസ് കാണിക്കുന്നതിനേക്കാൾ വേറെ പല കാര്യങ്ങളിൽ ഇതിങ്ങനെ നീണ്ടു പോവുക അങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാതെ പോയ ആ ഇമോഷൻ അവിടെ നിൽക്കുമ്പോഴും അവർക്ക് കൊടുത്തിട്ടുള്ളത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അമ്മച്ചക്കാലക്കലാണ് ഇതിലെ ആ അച്ഛൻ ഫിഗർ ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രം കടന്നു പോകുന്ന മാനസികാവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാവുന്ന ഒരു വൃത്തിക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് ശർമ്മയുടെ ഒരു കഥാപാത്രമുണ്ട്, അതും അദ്ദേഹത്തിന് ചെയ്യാവുന്നൊരു നല്ല ലെവലിൽ തന്നെ ചെയ്തു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓർഹൻ ഹൈദർ എന്ന് പറയുന്ന കുട്ടിയാണ് ഇതിലെ ആ കുട്ടി കഥാപാത്രം, മകൻ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് 2 കുഞ്ഞു കുട്ടികൾ പ്രായമാവുന്ന പല സ്റ്റേജിലാണല്ലോ കാണിക്കുക. അങ്ങനെ ഇവനിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പെർഫോം ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ വരുന്നത്. നമ്മൾ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ മുതൽ പുള്ളിയെ പോയി എഴുതുന്നതാണ്, ഒരു അസാധ്യ ആർട്ടിസ്റ്റാണ്. പക്ഷേ എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നത് ഇവർ കുറച്ചും കൂടി ബഡ്ജറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു വർക്ക്ഷോപ്പ്, ആക്ടിങ് വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്ത് കുറച്ച് ദിവസം അവരൊന്ന് പാകപ്പെട്ടിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇതിനേക്കാൾ ഗംഭീരമായ ഔട്ട്പുട്ട് കൊടുക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നു. ഇവരതിനുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയവും പൈസയൊക്കെ മുടക്കണ്ടേ? എനിക്കറിയില്ല കേട്ടോ ഇനി അത് ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ കഥയാണ്, ബേസ് കഥ. അത് ശരിക്കും ഒരു നാടോടി കഥ പോലെയാണ് ഫീൽ ചെയ്യുക. ഒരിടത്ത് ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി ആ മുത്തശ്ശി അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഈ മുത്തശ്ശിയുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന AI വെച്ച് അവർ ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. ആ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് രാജേഷ് ശർമ്മയാണ് അത് ഡബ് ചെയ്തിട്ടുള്ളത്, കഥ പറയുന്ന ആൾ. അപ്പോൾ ആ കഥയൊക്കെ ഭയങ്കര ഒഴുക്കിൽ നല്ല രസമുണ്ടായിരുന്നു. അവസാനിപ്പിച്ച് ഞാൻ വീണ്ടും പറഞ്ഞ ക്ലൈമാക്സ് ഒക്കെ വളരെ പ്രെഡിക്റ്റബിളാണ്, ക്ലീഷേഡാണ്. ഇതിങ്ങനെയാണ് ഇത്തരം ഫോക്ലോർ കഥകളൊക്കെ പോയി എൻഡ് ചെയ്യുക. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചു പോയി. പിന്നെ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലെ ഒരു വീട് എന്ന് പറയുന്നതിനേക്കാൾ ഈ കഥയ്ക്ക് കുറച്ചും കൂടി അവർ അവതരിപ്പിച്ചിരിക്കുന്ന ആ കോസ്റ്റ്യൂംസും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴും ഒരു കർണാടക ബോർഡറിലേക്ക് പോകുന്ന പോലെ, ഒരു കന്നഡ സിനിമയുടെ കഥ കാണുന്ന പോലെ, അങ്ങനെ കുറച്ച് സിനിമകൾ എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ കാണുന്ന പോലെ കൾച്ചറലി ആ ഒരു ബോർഡറിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെ കോസ്റ്റ്യൂംസ്, പേരുകൾ. മൂന്നാമത് പോസിറ്റീവായി പറയാവുന്നൊരു കാര്യം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് തുടക്കത്തിൽ പാട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു, അതായത് ആ പെർട്ടിക്കുലർ ഇമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിഭീകരമായിട്ട് എനിക്ക് ഭ്രമയുഗം ഒരു റെഫറൻസ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ചെന്താരകൾ തരരരര ആ സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കൾച്ചറലി ആ ട്യൂൺ പ്ലസ് ഈ കഥ നടക്കുന്ന ആ സാഹചര്യം ഇതെല്ലാം കൂടി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയതായിരിക്കാം. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന ആ മ്യൂസിക്കിൻ്റെ ഒരു സംഭവം പിന്നീട് അങ്ങോട്ട് പോയി. ഒരു ഫീലും ഇല്ലാതെ വെറുതെ പാട്ടുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്ന് പറയുന്ന പോലെ. ആകെ മൊത്തത്തിൽ തുടക്കത്തിൽ ഈ C5കാർ ബഡ്ജറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ എന്ന് തോന്നിപ്പിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് സാധാരണ ഒരു കഥ പോലെ പോകുന്ന Z5-ൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല സീരീസും വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, പക്ഷേ നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് ഒരു വെബ് സീരീസ് ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ അതിന് ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു സാധനം വേണമായിരുന്നു എന്ന് തോന്നുന്ന ഒരു ജസ്റ്റ് ആവറേജ് ചുമ്മാ സമയമുണ്ടെങ്കിൽ കാണാവുന്ന ഒരു സീരീസ് എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വന്ന് ലാൻഡ് ആവുകയാണ് മുത്തശ്ശി എന്ന് പറയുന്ന വെബ് സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ പ്രേക്ഷകനുമായി ഉണ്ടാക്കേണ്ട ഒരു വെബ് സീരീസ് അതിനുവേണ്ടി അവിടെ ചക്രശ്വാസം എടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വെക്കേഷന് പോകുന്നതിൻ്റെയും പിന്നെ ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും മറ്റേ യങ്സ്റ്റേഴ്സിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കുത്തിക്കയറ്റുന്നത് മഹാവൃത്തികേടാണ് Z5. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കളർ ടോണിനോടോ അല്ലെങ്കിൽ ഇതിലെ ഇമോഷൻസിനോടൊക്കെ ഒന്ന് ആലോചിക്കുക. ഇതിൽ കുഞ്ഞുണ്ടായി അമ്മ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഷോട്ട് കാണിച്ചിട്ട് പിന്നെ ഞാൻ കാണുന്നത് എന്താ അറിയോ, ഒരു ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുമാവാ അതിടുന്ന സ്നഗ്ഗിയുടെ പരസ്യമാണ്. അതായത് ഈ കുഞ്ഞ് മറ്റേ സാധനം ഇങ്ങനെ ഇട്ടിരിക്കുന്നു, അത് പെട്ടെന്ന് പഞ്ഞിയായിട്ട് മാറുന്നു, കുഞ്ഞിന് ഭയങ്കര കംഫർട്ട്. അപ്പം അമ്മ അടുത്തിരിക്കുന്ന ഒരു കൊട്ട നിറച്ച സ്നഗ്ഗി എന്ന് പറയുന്ന ഈ സാധനമാണ് കാണുന്നത്. നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഇമോഷണലി എങ്ങനെയെങ്കിലും കണക്ട് ആവാൻ അങ്ങോട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ ആഡ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും
Z5കാർ തന്നെ കഷ്ടപ്പെട്ട് കത്തിച്ച് പിടിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗംഭീരമായി ഫീൽ ചെയ്തേക്കാം. ഈ പറയുന്ന വിഷ്വൽ സാധനങ്ങൾ ഇത്ര ഗ്രാൻഡായിട്ടൊന്നും വേണ്ട, എനിക്ക് ആ കഥ ഒന്ന് കാണണം, അങ്ങനെ ഒരു മുത്തശ്ശി കഥയൊക്കെ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഇത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.